3, 2, 1. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഡിസംബർ 1. നമ്മൾ നമ്മുടെ ഗാർഡനും വീടും ഒക്കെ ഒന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുക വിത്ത് ലൈറ്റ്സ്. എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഇന്ന് തൊട്ടാണ് വേറെ ആളുകൾ നേരത്തെ തുടങ്ങി. പക്ഷെ ഞങ്ങൾക്ക് ഇന്നാ സമയം കിട്ടും, ഇന്ന് സൺഡേ അല്ലേ. അപ്പം കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം വീടിൻ്റെ പുറമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല തണുപ്പുണ്ട്, പുറത്തൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഡെക്കറേഷൻസ്. ഇത് കണ്ടോ, ചെറിയ ചെറിയ സാന്റ. നല്ല രസമില്ലേ സാന്റ? കൊടും തണുപ്പാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പം നമ്മളിതെല്ലാം കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ. ഈ വീഡിയോ ഞാൻ ഡിസംബർ 1 ആയിരുന്നു എടുത്തേട്ടോ. ഞങ്ങൾ ഡിസംബർ 1 ഫുള്ള് വീടെല്ലാം ക്ലീനൊക്കെ ചെയ്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അന്നെടുത്ത വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിടാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത് നമ്മുടെ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഒരു ഫെൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ലൈറ്റ്സ് ഒക്കെ ഇടാനുള്ളൊരു പരിപാടിയാണ്. കാണിച്ചു തരാം എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന്. ോ ഈ ലൈറ്റ്സാണ് ഞങ്ങൾ നമ്മുടെ ഗാർഡനിലെ ഫെൻസിലൊക്കെ ഇടാൻ പോകുന്നത്. വൈകക്കുട്ടി അത് അവിടെ വെക്കാൻ. ക്രിസ്മസ് ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആണ്. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ക്രിസ്മസ് വൈബ് വേറെ തന്നെ. ജർമ്മനിയിൽ അത് അതിലേറെ. എന്തായാലും ഞങ്ങളും അതിൽ കൂടി ഞങ്ങളുടെ വീടൊക്കെ വൃത്തിയാക്കി അലങ്കരിക്കുകയാണ്. ഗൈസ് ഭയങ്കര തണുപ്പാണ് കേട്ടോ, പറ്റുന്നില്ല. കൈയൊക്കെ റെഡായി, മൂക്കെല്ലാം റെഡ് ചെറി മാതിരി ആയിട്ടുണ്ട്. ഇറ്റ്സ് റിയലി വെരി കോൾഡ്. ഞങ്ങളുടെ ചെടി നോക്കൂ, ട്രീ നോക്കൂ, ഫുൾ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി ഗൈസ്. ഞങ്ങള് ഇന്നാണെങ്കിൽ നല്ല തണുപ്പ് പുറത്ത്. പനി കഴിഞ്ഞങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഇനിയും പനി അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഏട്ടൻ്റെ ഫോൺ വന്ന്. ശ്രീനേട്ടൻ്റെ ഏട്ടൻ്റെ നന്ദേട്ടൻ എല്ലാ ആഴ്ചയിലും പുള്ളിക്കാരൻ വിളിക്കാറുണ്ട് കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ ഏട്ടന് കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ചെറി തണുപ്പ് എന്തേട്ടാ? അല്ല, ക്രിസ്മസിന് ഇന്ന് 1 അല്ലേ. ഇവിടെ 1 ഡിസംബർ 1 എല്ലാവരും വീട് ഡെക്കറേറ്റ് ചെയ്യും ക്രിസ്മസിന്. അപ്പൊ ഞങ്ങള് ലൈറ്റ്സ്, കഴിഞ്ഞ വർഷത്തെ ലൈറ്റ്സ് എല്ലാം എടുത്ത് ഇടുവാണ്. വലിച്ച് കാണിച്ചു കൊടുക്കുക അച്ഛൻ ലൈറ്റ് ഇടുന്നത്. അങ്ങനെ പുറത്തെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറി 4 പേരുടെ ഓരോ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തു. വീടിനുള്ളിലെ മേക്ക് ഓവർ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഓരോ ഫെസ്റ്റിവൽ അനുസരിച്ച് വീടിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി കുറച്ച് മോടി പിടിപ്പിക്കാറുണ്ട് കേട്ടോ. ഒരേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റി വെക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ആഹാ പുതിയ ലുക്ക് അടിപൊളിയല്ലേ. അപ്പോൾ കുറച്ച് ദിവസം നല്ല പോസിറ്റീവ് വൈബായിരിക്കും. ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ച് എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ കട്ടിയുള്ള പണിയൊക്കെ ചെയ്യുമ്പോഴേ നമുക്കൊരു സ്വന്തം ഒരു നല്ല പോസിറ്റീവ് എനർജിയൊക്കെ വരും. അങ്ങനെ പണിയും പെട്ടെന്ന് നടക്കും, മടിയും തോന്നത്തില്ല. ഞാൻ ഭയങ്കരമായിട്ടൊരു ഫ്ലിപ്പ് പോസ്റ്റി പേഴ്സണാണ്. എനിക്ക് ഭയങ്കര ഫ്ലിപ്പിംഗ് ആണ്. എനിക്ക് ഓരോ മൂഡ് സ്വിങ് അനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഷെൽഫിൽ നിന്നുള്ള എല്ലാം എടുത്ത് മാറ്റി തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ സെറ്റിങ്ങും അതിൻ്റെ പൊസിഷൻസും ഒക്കെ മാറ്റും. അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഇത് ഞങ്ങളെല്ലാം 6 മാസം കൂടുമ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പം ക്രിസ്മസിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ഫുൾ റൂമിൻ്റെ മേക്ക് ഓവർ ചെയ്തിട്ടോ. ഈ ക്രിസ്മസ് ട്രീ വെക്കാൻ എനിക്കൊരു കോർണർ വേണമായിരുന്നു, ഒരു കോസി കോർണർ. അതിന് വേണ്ടി ചെയ്ത പണിയാണ്. പല പരിപാടികളും ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് സാറ്റിസ്ഫൈ ആയില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ വീടിൻ്റെ ഒരു റൈറ്റ് സൈഡ് കോർണറിൽ ഞാൻ അങ്ങ് ട്രീ സെറ്റപ്പ് ചെയ്തു ഗൈസ്. അത് വേണ്ട, ഈ സ്റ്റാർ ലൈറ്റ് വെക്കാൻ പറ്റില്ല.
ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റ് ചെയ്തു ഗൈസ്. ഒരു ക്രിസ്മസ് കോർണർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ട്രീ ഞാൻ ആമസോണിൽ നിന്ന് ഈ പ്രാവശ്യം ബ്ലാക്ക് ഫ്രൈഡേക്ക് മേടിച്ചാണ്. എനിക്ക് നല്ല ലാഭത്തിന് കിട്ടി. ഇത് ലൈറ്റ് ഓൾറെഡി ഇതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് എനിക്ക് വേറെ ലൈറ്റൊന്നും സെറ്റപ്പ് ചെയ്യേണ്ടി വന്നില്ല. ഇതൊക്കെ പഴയ സാധനങ്ങൾ. എന്തായാലും വീട്ടിനുള്ളിൽ എവിടെയൊക്കെ ലൈറ്റ് ഇടാൻ പറ്റിയ ഓപ്ഷൻസ് ഉണ്ടോ അവിടെ എല്ലാം ഞാൻ ലൈറ്റ് ഇട്ടു ഗൈസ്. സൈനിങ് ഓഫ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹൗസ്. വണ്ടി പോന്നു ഗൈസ്. സൈനിങ് ഓഫ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹൗസ്. വൈകുന്നേരം ലൈറ്റിംഗ് എല്ലാം ഇട്ടിട്ട് ഞാൻ വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചുണ്ടെല്ലാം തണുത്ത് വരച്ചിരിക്കുകയാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഓ ഗോഡ്, ഇറ്റ് ഇസ് ഫ്രീസിങ് കോൾഡ്. ബൈ. ചാടാൻ പറ്റത്തില്ല. ഇരുന്നിട്ട് ബൈ. കണ്ടോ ഗൈസ്, വൈകുന്നേരം നമ്മുടെ വീടൊക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തും.